ഹലോ ഗൈസ്, ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടോ. സിനിമയുടെ പേരാണ് ബാലൻ ദ ബോയ്, ചിദംബരത്തിന്റെ ഫിലിം. എന്താ അപ്പം നിങ്ങളടുത്ത് പറയാ, ഇതിന്റെ റിവ്യൂ എന്തായാലും പറയണമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ അടുത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു പടം, ഒരു ചെറിയ പടം. ആദിശേഷൻ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു മോനാണ് ഇതിന്റെ കേന്ദ്ര കഥാപാത്രം. അതേപോലെ ഫർസാന പാലത്തിങ്കൽ ഇവന്റെ അമ്മയായിട്ട്. ഈ ഒരു 2.5 മണിക്കൂറിലെ ഫിലിം ഉണ്ടല്ലോ, നമ്മൾ ഇതിലേക്ക് എടുത്ത് കയറി കഴിഞ്ഞാൽ, ഈ ഫിലിം കാണാൻ വേണ്ടി കയറിയിരുന്ന് നമ്മൾ ഇതില്ലാതെ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. എന്താ പറയാം, ഇതിൻ്റെ അകത്ത് ഈ ഫിലിമിന് നെഗറ്റീവായിട്ട് ഒരു കാര്യവും ഇതിൽ എനിക്ക് പറയാനില്ല. വല്ലാത്തൊരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിപ്പോയി. ഇത് ഒരു സമകാലീന ചർച്ച ചെയ്യേണ്ട ഒരു ഇതിൻ്റെ കഥയാണ് കേട്ടോ. ഭയങ്കര ഫീലിങ്സ്, നമുക്ക് ടെൻഷൻ ആകുന്ന നല്ല എക്സൈറ്റിംഗ് ആയ മൊമെന്റ്സ് എല്ലാം ഉള്ളൊരു പടം. ഇതിനകത്ത് ടൊവിനോ തോമസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് തന്നെ ഇവർ രണ്ടാളും തന്നെയാണ് ഹാഫ് ടൈം കൊണ്ടുപോകുന്നത്. ഫർസാന പാലത്തിങ്കൽ ഈ കുട്ടീൻ്റെ അമ്മയായിട്ട് അതിശേഷൻ, പിന്നെ ടൊവിനോ തോമസ് ഉണ്ട്. പിന്നെ കുറേ ആൾക്കാരുണ്ട്, ഫെമിലിയർ അല്ലാത്ത ആൾക്കാരാണ് കൂടുതലുള്ളത്. ഇതിൻ്റെ എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ തിരക്കഥ ജിത്തു മാധവനാണ്, നമ്മുടെ ആവേശമൊക്കെ ചെയ്ത ഡയറക്ടറല്ലേ, ആവേശം രോമാഞ്ചൊക്കെ ചെയ്ത പുള്ളിൻ്റെതാണ് ഇതിൻ്റെ തിരക്കഥ. അങ്ങനെ നമ്മുടെ ബീന ആന്റണി നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ബീന ആന്റണി, ഷംനത്ത എന്ന ക്യാരക്ടർ. അങ്ങനെ കുറേ ആൾക്കാർ നമ്മൾ അറിയാത്ത ആൾക്കാരെ കൂടുതലുണ്ട്. പിന്നെ ഒരു അമ്മച്ചി ഇതിൻ്റെ അകത്ത് വന്ന് ഞെട്ടിച്ചിട്ടുണ്ട്. ഒരു അമ്മച്ചീനെ ഞാൻ ഈ പടത്തിലേ കണ്ടിട്ടുള്ളൂ. അമ്മച്ചി മുമ്പ് അഭിനയിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ വല്ലാത്തൊരു പടം, എന്താ പറയാ. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുന്ന ഒരു മസ്റ്റ് വാച്ച് ഒരു പടം കേട്ടോ. വല്ലാതെ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞെട്ടിപ്പോയി. കാരണം ചിദംബരത്തിന്റെ 2 പടം ഹിറ്റാണ്, മഞ്ഞമ്മൽ ബോയ്സും അതേപോലെ ജാനേമനും. അപ്പൊ അത് കണ്ടിട്ടാണ് ഞാൻ പോയത്. നല്ല റിവ്യൂ എന്റെ ഫ്രണ്ട്സൊക്കെ കണ്ടപ്പോൾ നല്ല റിവ്യൂ പറഞ്ഞുകൊണ്ട് പോയതാണ്. ഗംഭീര പടം. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയാനുള്ളത് നല്ല മ്യൂസിക് കേട്ടോ, കിടിലൻ മ്യൂസിക്. അതേപോലെ ക്യാമറ വർക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ക്യാമറ ഷൈജു ഖാലിദാണ്. അപ്പോൾ ഗണപതി തന്നെയാണ് ഇതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ. ഗണപതി അറിയാലോ, ചിദംബരത്തിന്റെ അനിയൻ. എന്താണെന്നറിയില്ല, കറക്റ്റ് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഈ ഒരു പടത്തിൽ ഇടുന്നുണ്ട്. അതിശേഷം എന്ന് പറഞ്ഞ ആ ഒരു ബാലനായിട്ടുള്ള കഥാപാത്രവും അവൻ വലുതായിട്ടുള്ള കഥാപാത്രവും ആ ചെക്കനും, അവരുടെ പേരിക്കറിയില്ല. പിന്നെ ഫർസാന പാലത്തിങ്കൽ എന്ന പെണ്ണ്. ഈ പെണ്ണിനെ കുറിച്ച് പറയാനുള്ള വെച്ചാൽ, ഈ പെണ്ണിന് എന്തായാലും ഒരു സംസ്ഥാന അവാർഡ്, മികച്ച സംസ്ഥാന അവാർഡ്, മികച്ച നടിക്കുള്ളതോ അല്ലെങ്കിൽ സഹനടിക്കുള്ളതോ കിട്ടാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നത്. അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള അഭിനയം, കണ്ണുകൊണ്ടാണ് അഭിനയിക്കുന്നത്. അതേപോലെ ചെറിയ മോനും സൂപ്പർ അഭിനയം. പിന്നെ അമ്മച്ചൊന്നും പറയണ്ട, ഇതിനകത്തുള്ള ആൾക്കാരെല്ലാം പൊളിച്ചിട്ടുണ്ട്. പിന്നെ ലാലിന്റെ മകൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പവിത്ര എന്ന ക്യാരക്ടർ. ലാലിന്റെ മകൻ ലാൽ ജൂനിയർ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം അടുത്തൊക്കെ പടം കണ്ടിക്ക് ഇത്രക്ക് ഗംഭീരമായ 100% ഉള്ളിൻ്റെ ഉള്ളിൽ തൃപ്തി തന്ന ഒരു പടം ഞാൻ അടുത്ത് കണ്ടില്ല. അത്രയും മനോഹരമാണ്. അപ്പം തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹമുള്ളവർ പോയി കാണാം. ഈ പടമൊക്കെ തിയേറ്ററിൽ തന്നെ പോയി കാണാം, എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം എന്താ പറയുക, എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം നിങ്ങൾ OTT ഒന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഒരു BGM, ആ ഒരു ഇതൊന്നും കിട്ടൂല OTT. അത് തിയേറ്ററിനാകുമ്പോൾ ആ എന്താ പറയുക, ശൂന്യമായിട്ടുള്ള ആ ഒരു ഇതിൽ കണ്ടു കഴിഞ്ഞാൽ അത്രയും ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും മസ്റ്റ് വാച്ചാണ്, പോയിട്ട് കാണുക. ഇപ്പോൾ 2ാമത്തെ ആഴ്ചയാണെന്ന് തോന്നുന്നു. പടം ഗംഭീര റിപ്പോർട്ടാണ്. ഞങ്ങൾ കണ്ട സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം അടുത്ത ഷോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത്രയും ആൾക്കാരുണ്ട് തിയേറ്ററിൽ. പടം കയറി കൊളുത്തിയിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ പോയിക്കോളി. സൂപ്പർ ഒന്നും പറയാനില്ല.